അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്ന് അമ്മയുടെ ഒന്ന് പുറത്ത് പോവുകയാണ്. എനിക്ക് ഓണമൊക്കെ വരെയല്ലേ, അപ്പോൾ ഒരു പാൻറ് എടുക്കണം, അതുപോലെ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സിറ്റിയിലോട്ട് പോവാണ്. പിന്നെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലൊന്ന് കയറണം. നമ്മൾ ഗുരുവായൂർ പോകുന്നുണ്ട്. അപ്പം പോകുന്നതിന് മുമ്പ് ഗണപതിക്ക് ഒരു തേങ്ങ അടിച്ചിട്ട് പോകാമെന്ന് കരുതി 12-ാം തീയതിയാണ് പോകുന്നത്. രാത്രി 12:30 എന്ന് പറയുമ്പം 13-ാം തീയതി ആയി. 13-ാം തീയതി വെളുപ്പിന് ആ സമയമായി. അപ്പോൾ ട്രെയിൻ ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ വ്ളോഗൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇന്ന് അമ്മയുടെ പോകണം. അപ്പോൾ അമ്മയും അമ്മൂമ്മയും കൂടെ ഗുരുവായൂർ പോകുമ്പോൾ ഏത് മുണ്ടെടുക്കണമെന്നൊക്കെ ഉള്ളത് ഇപ്പോഴേ ഒന്ന് പ്ലാൻ ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഞാനൊരു മോയ്സ്ചറൈസിങ് ക്രീം തേക്കുന്നുണ്ട്. എനിക്കിങ്ങനെ പൊരിഞ്ഞിളകുന്നൊരു ഇതുണ്ട് സ്കിന്നെ, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. കൊള്ളാമല്ലേ ഗൈസ്? ഇതാണ് ഞാൻ ഇന്നിടുന്ന ചെരുപ്പ്. ഇത് നമുക്ക് ഷൂ പോളിഷ് വെച്ച് നമുക്ക് പോളിഷ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ട, കഴുകേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് ചുണ്ടിലും എനിക്കിങ്ങനെ പൊരിഞ്ഞിളകുന്നതുകൊണ്ട് ഞാൻ വാസ്ലിൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ലിപ്സിലിട്ടാൽ അത് നല്ല മോയ്സ്ചറായിട്ടിരിക്കും. ഇതാരാ? എന്താടി പരിപാടി? ഞാൻ തന്നെ പോവാ, അതാ എനിക്ക് നല്ലത്. പോണോ? അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ +2 പഠിപ്പിച്ച ടീച്ചർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ആരെയില്ലെങ്കിലും അക്കൗണ്ടൻസിൻ്റെ റെക്കോർഡ് ഉണ്ടെങ്കിൽ കൊണ്ടു കൊടുക്കാൻ. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ, അപ്പോൾ പോണ വഴിക്ക് അതും കൂടെ കൊടുത്തിട്ട് പോവാം. അപ്പോൾ ഞാൻ ഹെൽമെറ്റും എടുത്തിട്ടുണ്ട്, അതുപോലെ കുടിക്കാൻ ഒരു കുപ്പി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, ആവശ്യം വന്നാലോ. ക്ലൈമറ്റും ഓക്കെയാണ് ഗൈസ്, മഴയൊന്നുമില്ല, നല്ല തെളിഞ്ഞ ക്ലൈമറ്റ്. ഇതാ അമ്മയൊക്കെ റെഡിയായി. അമ്മയൊക്കെ എന്ന് പറയുമ്പോൾ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. അങ്ങനെ തൻ്റെ വണ്ടിയിലെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. വയ്ക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല, പിന്നെ അതിൻ്റെ ഇടയിൽ എങ്ങനെയൊക്കെ കുത്തിക്കറ്റി വെച്ച്. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുന്നു. കണ്ടൊക്കെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം ഗൈസ്. ഇതാണ് മണികണ്ഠേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രം. അങ്ങനെ നമ്മൾ അതും കഴിഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയത്. അപ്പോൾ പോണ വഴിക്ക് നോക്കിയപ്പോൾ അവിടെ നട അടച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞ് ജസ്റ്റ് ഇവിടെ കയറിയിട്ട് പോകാമെന്ന്. ആണ് ഗൈസ് ക്ഷേത്രം. നമ്മൾ ചെന്നപ്പോൾ അവിടെ ശ്രീവേലി നടക്കുകയായിരുന്നു. ശ്രീവേലി എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം ഇങ്ങനെ 3 പ്രാവശ്യം വലം വയ്ക്കുന്നതായിരുന്നു. അപ്പോൾ അവിടെ കയറി തൊഴുതു. അതിനകത്തുള്ള വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല, ഞാൻ എടുത്തില്ല. അങ്ങനെ പാൽപ്പായസം കിട്ടി, അതും കുടിച്ച്. അപ്പോൾ ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്ത് വന്നതല്ല, പോണ വഴിക്ക് ജസ്റ്റ് കയറിയതാണ്. കണ്ടില്ലേ, കൃഷ്ണൻ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഏതാണ്ട് പുറത്തുള്ള വ്യൂസ് കാണിച്ചത് നല്ല അടിപൊളി വൈബാണ് കേസ്. അതിനകത്ത് മഹാവിഷ്ണുവിൻ്റെയൊക്കെ കുറേ രൂപങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേസ്. അങ്ങനെ ഞാൻ +2 പഠിച്ച സ്കൂളെത്തി. കവടിയാർ സാൽവേഷൻ ആർമിയിലാണ്. അപ്പോൾ ഈ റെക്കോർഡും കൊണ്ട് ടീച്ചറിനെ കൊണ്ട് കൊടുത്തിട്ട് വരാം. ഓക്കെ, ഞാൻ കൊണ്ട് കൊടുക്കാൻ പോവുകയാണ് കേസ്. റെക്കോർഡ് കൊടുത്തു കഴിഞ്ഞു. ടീച്ചർമാർ അവിടെ ഇല്ലായിരുന്നു കേസ്. ടീച്ചർമാർ വാല്യുവേഷന് പോയിക്കായിരുന്നു. കൂടെ പഠിച്ചവരെയും പഠിപ്പിച്ചവരെല്ലാം ഒരുപാട് മിസ് ചെയ്യുന്നു കേസ്. അങ്ങനെ നമ്മൾ വീണ്ടും പോവുകയാണ്. പഴവങ്ങാടി എത്തി. ഇത് അവിടെ നിന്ന് തേങ്ങ വാങ്ങിച്ചു ഗണപതിക്ക് അടിക്കാൻ വേണ്ടി. വിഘ്നങ്ങളെല്ലാം മാറ്റി തരട്ടല്ലേ ഭഗവാൻ. തൊഴുത് കഴിഞ്ഞു, തേങ്ങയെല്ലാം അടിച്ച്. അത് കഴിഞ്ഞ് ഇവിടെ പ്രസാദം കൊടുക്കും. അപ്പോൾ അതും കൂടെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് കരുതി. അത് കഴിഞ്ഞ് ഇവിടെ അടുത്തൊരു ഷോപ്പിൽ നമ്മൾ ലൈനിങ് വാങ്ങാൻ വേണ്ടി, അമ്മയ്ക്ക് ലൈനിങ് വാങ്ങാൻ വേണ്ടി കയറി. ഇവിടെ ഹോൾസെയിലായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ഷർട്ടും പാൻറ്റും കൂടെ നോക്കാമെന്ന് കരുതിയാണ് ഇവിടെയും കൂടെ കയറിയത്. അപ്പോൾ അമ്മ ദാ ലൈനിങ് നോക്കുന്നുണ്ട്. ഇവിടെ ലൈനിങ്, സാരി, ചുരിദാർ, അതുപോലെ മെൻസിനുള്ള ഷർട്ട്, പാൻറ്റ്, അങ്ങനെ എല്ലാം കിട്ടും. ഹോൾസെയിൽ വിലയ്ക്കാണ് കേസ് എല്ലാം കിട്ടുന്നത്. നമ്മുടെ ഷർട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അത്രയ്ക്ക് സെലക്ഷനൊന്നും ഇല്ലായിരുന്നു കേസ്. പുതിയ മോഡൽ അങ്ങനത്തെ ടൈപ്പുകളൊന്നും ഇല്ലായിരുന്നു. എനിക്കിത് അത്ര ഇഷ്ടപ്പെട്ടില്ല കേസ്, ഞാൻ എടുത്തില്ല. ഈ പാൻറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനത്തെ മോഡൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പാൻറ്റ് അങ്ങ് എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അച്ഛനും ഷർട്ട് നോക്കി. ബ്ലാക്ക് ഒരെണ്ണം നോക്കട്ടെ. പക്ഷേ ഇങ്ങനത്തെ മോഡലും എനിക്കില്ല. കെട്ട് അതന്നെ, ഇത് ചെറുതെന്ന് വെച്ചാൽ ഇതല്ല, എനിക്ക് മോഡലും അറിഞ്ഞില്ലല്ലോ. അപ്പം എൻ്റെ എടുത്തു. അത് കഴിഞ്ഞ് ഇത് അമ്മൂമ്മയ്ക്ക് സെറ്റും മുണ്ടും നോക്കുന്നതാണ് അമ്മ. ഇനി എങ്ങോട്ടാണ് പോകണം? ഇനി രാമേന്ദ്രയിലോട്ട് പോവുകയാണ്.
രാമചന്ദ്രനിൽ വന്നപ്പം ഓഫറിൽ ഒരുപാട് ഷർട്ടുകൾ, നല്ല നല്ല മോഡൽ ഷർട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു. എനിക്ക് മിക്കതും ഇഷ്ടപ്പെട്ടു. ഈ ഷർട്ട് എനിക്കും അതുപോലെ അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഈ ഷർട്ട് ഞാൻ എടുത്തു. നല്ല കളറായിരുന്നു ഗൈസ്, എനിക്ക് ചേരുന്നുണ്ടെന്ന് അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ ഇതെടുത്ത് ഗൈസ്, എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇത് കൊള്ളാം. ഞാൻ ഇട്ടിങ്ങനെ പാൻറ്റിൻ്റെ കൂടെയും ചേരുന്നുണ്ട് സംഭവം. ഇതിലേക്ക് നല്ല കുറവ് പൈസ വേണ്ട, ഇത്രയേ ഉള്ളൂ. ഇത് തന്നെ മതി. ഇനി എടുത്താൽ ചിലപ്പോൾ വീണ്ടും മാറും. ഇത് മതി. ഒരു ഫുൾ സ്ലീവ് ഇല്ലെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. കാരണം ഇത് രണ്ടും ഒരു പോലത്തെ തന്നെ, നേരത്തെ എടുത്ത പോലത്തെ ഇതേ ഉള്ളൂ. ഇത് ഉള്ളു ചേരില്ല ഗേസ്. ഒരുപാട് തരത്തിലുള്ള ഷർട്ടുകളൊക്കെ ഇവിടെ ഉണ്ട് ഗേസ്. തുണിയുടെ മെറ്റീരിയലായാലും ഭയങ്കര ഡിഫറെൻറ്റ്. ഇതൊക്കെ ഒരുമാതിരി എന്തോ പറയാം, നമ്മൾ കമ്പിളി പുതപ്പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഈ കൈ കിടക്കില്ല ABCD ഒക്കെ എഴുതി, അതും ഞാൻ എടുത്ത ഷർട്ടാണ്. പിന്നെ ഇത് അച്ഛൻ എടുത്തതാണ്. ഞാൻ ഇട്ടേക്കുന്ന അതേ കളറായിരുന്നു. അച്ഛനെ അവിടുത്തെ കടയിൽ നിന്ന് എടുത്തില്ല, നമ്മൾ ഇവിടെ നിന്നാണ് എടുത്തത്. ചാക്കോ അല്ല സഞ്ചി. അതെ ഗൈസ്, ഈ തുണി കണ്ടിട്ട് എനിക്ക് സഞ്ചി പോലെയാണ് തോന്നിയത്. അതൊക്കെ എങ്ങനെ ഇടുമെന്ന് തോന്നും. അങ്ങനെ രാമചന്ദ്രയുടെ ഫ്രണ്ടിലൊന്നും ഇരിക്കുകയാണ്. നമ്മൾ വേറൊരു ബ്ലോക്കിൽ നിന്നാണ് കുറച്ച് സാധനം വാങ്ങിച്ചത്. അപ്പോൾ ആ സാധനം കൊണ്ട് നമുക്കകത്ത് വേറൊരു ബ്ലോക്കിലകത്ത് കയറാൻ പറ്റില്ല. ഇത് ജസ്റ്റ് 1 മിനിറ്റത്തെ ടൈം ലാപ്പാണ് ഗൈസ്. അല്ല, ഞാൻ തന്നെ വെളിയിലിരിക്കുകയാണ് കവറും വെച്ചുകൊണ്ട്. അപ്പോൾ വേറൊരു ബ്ലോക്കിൽ നിന്ന് വാങ്ങിച്ച കവർ കൊണ്ട് നമ്മൾ മറ്റൊരു ബ്ലോക്കിൽ കയറാൻ നമുക്ക് സമ്മതിക്കില്ല. 3 എണ്ണം അതിനകത്ത് എടുത്ത് വെച്ചു. അല്ല, ഇവിടുത്തെ എടുത്തില്ലല്ലേ പറഞ്ഞാൽ. ബാക്കി കവർ എടുക്കാൻ പോയിക്കുകയാണ്. ഇത് രാമേന്ദ്രയിലെ കവർ ഇവിടെ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ട് അവിടെ അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ അതെടുക്കാൻ വേണ്ടി പോയി. കിട്ടിക്കണ്ട അതുകൊണ്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബാങ്കിലോട്ട് പോവുകയാണ്. എനിക്ക് കോളേജിൽ എഡ്യൂക്കേഷൻ ലോണല്ലേ, അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളുമായിട്ട് ബാങ്കിൽ വന്നതാണ്. പേരൊക്കട സെൻട്രൽ ബാങ്കിലാണ് വന്നത്. ഇതാണ് വഴയില പള്ളി. അടിപൊളിയാണ് കേസ് കാണാനൊക്കെ. അങ്ങനെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശ്യാമസുന്ദര ഭൂമി. യെസ്, അങ്ങനെ വീടെത്തി. ചെന്നിട്ട് വേണം ഡ്രസ്സ് ഇട്ട് നോക്കാൻ. ബ്ലോഗ് ഇതാണ് പഴവങ്ങാടിയിൽ നിന്ന് കിട്ടിയ പ്രസാദം. വെള്ളച്ചോറ്, ഒരു പീസ് തേങ്ങ, അച്ചാർ ഇവിടത്തെയാണ് കേസ്. നല്ല വിശന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. പ്രസാദത്തിനൊക്കെ നല്ല രുചി. ഇതാണ് എൻ്റെ അമ്മയുടെ അമ്മ. ഇത് എൻ്റെ അമ്മ. ആദ്യമായിട്ടാണ് ഇവർ രണ്ടുപേരും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി ഗുരുവായൂർ പോണ സമയത്ത് മാക്സിമം എൻ്റെ അച്ഛനെയും അപ്പൂപ്പനെയും എല്ലാവർക്കും വീഡിയോയിൽ കാണിച്ചു തരാം. അത് കേസ് ഞാൻ പഞ്ചാമൃതം കഴിക്കാൻ വേണ്ടി സ്പൂണൊക്കെ എടുത്തുകൊണ്ട് വന്നു. പഞ്ചാമൃതം ഒരു രക്ഷയില്ലായിരുന്നു ഗെയ്സ്. വായിലിട്ടതേ എനിക്കറിയാവൂ. വായകങ്ങ് അലിഞ്ഞു പോണ ഫീല്. വന്നുടനെ ഡ്രസ്സ് പോലും മാറിയില്ല ഗേസ്. കയ്യും കഴുകിയും ചോറുണ്ടായിരുന്നു. അത്രയ്ക്ക് വിശപ്പായിരുന്നു. രാവിലെ ഇറങ്ങി നമ്മളാണ് ഗേസ്. തിരിച്ചെത്തിയപ്പോൾ 2-2:30 മണിയായി. അതുകൊണ്ടാണ് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ പാത്രം ഫുള്ള് തീർത്തു ഗേസ്. അപ്പോൾ ഡ്രസ്സ് ഇട്ട് നോക്കാൻ സമയമായി. ഏതാണ് ഇതല്ലേ? മുണ്ടും നേരിയത് എത്ര? ഇത് അനിയനെടുത്തത്. ഇത് അച്ഛൻ എടുത്തതാണ്. ഇത് അമ്മയ്ക്ക് എടുത്തതാണ്. പലാസോ അല്ലേ? പലാസോ. ഇതമ്മ എടുത്ത ലൈനിങ്ങുകളാണ്. അമ്മയ്ക്ക് വീട്ടിൽ തയ്യലാണ് ജോലി. എല്ലാ തിരക്കും കഴിഞ്ഞ് ഈ കട്ടിൽ വന്ന് നടക്കുമ്പോൾ ഒരു സുഖമുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.